സമയത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുന്ദരമായൊരു നാടാണ് ത്വായിഫ്. നല്ല കാണാൻ വൃത്തിയുള്ള ഒരു കൃഷി കേന്ദ്രമാണ് ത്വായിഫ് എന്ന് പറഞ്ഞാൽ. നല്ല കൃഷികൾ ഉള്ള നാടാണ്. മക്കയിലേക്കൊക്കെയുള്ള കൃഷികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകളൊക്കെ അധികവും ഉണ്ടാക്കുന്നൊരു സ്ഥലം കൂടിയാണ് ത്വായിഫ്. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ വന്ന സമയത്തും അതേ രൂപത്തിലായിരുന്നു. ഇവിടുത്തെ ആളുകൾ നബിയെ സ്വീകരിക്കാതെ നബിയെ ഇവിടുന്ന് ഓടിപ്പിക്കാനുള്ള ഒരു കാരണം അതായിരുന്നു. കാരണം അന്നൊക്കെ നല്ല കച്ചവട കേന്ദ്രമാണ് ത്വായിഫ്. അപ്പോൾ ഖുറൈശികൾ ഇവിടെ നബിയെ സ്വീകരിച്ചാൽ അവർ ഇവിടുത്തെ സാധനങ്ങൾ, ഫ്രൂട്ട്സുകളും പച്ചക്കറികളൊന്നും കച്ചവടം ബഹിഷ്കരിക്കുമോ ഉപരോധിക്കുമോ എന്നൊരു പേടിയും കൂടി ഇവിടുത്തെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ നബിയെ ഇവിടെ സ്വീകരിക്കാതെ ഇവിടെ നാട്ടി ഓടിച്ചത്. ഇതാണ് ത്വായിഫ് നാട്. കിലോമീറ്ററോട് പോയാൽ ത്വായിഫിലേക്ക് എത്തിക്കിട്ടും. അസ്സലാമു അലൈക്കും. ഞങ്ങൾ ത്വായിഫിലെത്തി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് തങ്ങളെ ചാരത്താണ് ഇപ്പോൾ ഉള്ളത്. അവരെ പേരുള്ള ഗേറ്റാണ് കാണുന്നത്. ബാബു അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ്. അവിടെയാണ് അവരെ മക്ബറ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അവിടെ കയറി വലിയ വിശാലമായ പള്ളിയുണ്ട് അവിടെ. ആ പള്ളിയിൽ കയറി രണ്ടറക്കാത്ത് നിസ്കരിച്ച് ഇൻഷാ അല്ലാഹ് അവിടെ ദുആ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഉമർ ഖാദിൻ്റെ ഉണ്ടാക്കിയ പള്ളിയും കണ്ടിട്ടാണ് തിരിച്ച് ബസ്സിൽ തന്നെ കയറും ഇൻഷാ അല്ലാഹ്. പിന്നെ മീഖാത്തിലേക്കുള്ള യാത്ര, പിന്നെ അതിന് പോണ വഴിക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന സ്ഥലങ്ങളും ആ തോട്ടവും ആ നബി തങ്ങളെ എറിഞ്ഞ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനുണ്ട് ഇൻഷാ അല്ലാഹ്. യാത്രയൊക്കെ സുഖമാണ് എല്ലാവർക്കും. എല്ലാവരും പോകുന്നുണ്ട് ത്വായിഫിലേക്ക്. കുഴപ്പമൊന്നും ആർക്കും ഇല്ല ഇതിൽ. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ദുആ ചെയ്യുക. മക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ഞങ്ങളെ അമലുകളും ദുആകളൊക്കെ പഠിച്ചൊന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്ൻ അബ്ബാസ് തങ്ങളെ പള്ളിയിലാണുള്ളത്. പള്ളി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണിത്. ഇതിൻ്റെ ഭംഗി കണ്ടില്ല പള്ളീൻ്റെ. ഇഷ്ടംപോലെ ഫില്ലറുകൾ, നല്ല സുന്ദരമായ വലിയ പള്ളി. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പള്ളീനെ കാണില്ല. ഇന്ത്യയിൽ എൻ്റെ ഇങ്ങനത്തെ പള്ളി ഉണ്ടെന്നൊരു സംശയമാണ്. അത്രയും നീളവും വീതിയും ഫില്ലറുകളും ഭംഗിയുള്ള ഒരു പള്ളിയാണ് ഇബ്ൻ അബ്ബാസ് തങ്ങളുടെ പേരുള്ള പള്ളി. വിശാലമായ പള്ളിയാണ്. നല്ല സൗകര്യമുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ. ആയിരങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള പള്ളി. ഫുള്ള് ഫില്ലറുകളാണ്. കണ്ടമാനം ഫില്ലറുകൾ പള്ളിയിലുണ്ട്. എന്തിനാണ് ഫില്ലറുകൾ ഇങ്ങനെ കൊടുത്തതെന്നുള്ളൊരു ഭംഗി മാത്രമല്ല, വേറെന്തെങ്കിലും പണ്ട് കാലത്ത് നിർമ്മിച്ചായിരിക്കും. ഏതായാലും ബഹുമാനപ്പെട്ട ഇബ്ൻ അബ്ബാസ് തങ്ങളെ പള്ളിയുടെ ഫോട്ടോ ആണ്, വീഡിയോ ആണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ത്വായിഫിലുള്ള കുറേ ഫ്രൂട്ട്സുകളാണ് ഇവിടെ ഉണ്ടാക്കുന്ന. നല്ല മുന്തിരി, അത്തിപ്പഴം. പോകുമ്പോൾ നോക്കാം അത്തിപ്പഴം, നല്ല പഴുത്ത അത്തിപ്പഴം, ആപ്പിള്, മുന്തിരി. അത് ഇതൊക്കെ ഇവിടുത്തെ കൃഷികളാണ്. ഈ ത്വായിഫിൽ ഉണ്ടാക്കുന്ന കൃഷികളാണ്. ഇബ്ൻ അബ്ബാസ് തങ്ങളുടെ പള്ളി ആദ്യം കണ്ടത് അവിടെ നിന്ന് ഉപയോഗിച്ചിരുന്നു. പിന്നെ കിണർ, വീട്, പഴയ വീട്, അതൊക്കെയാണ് ആദ്യം കണ്ടത്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവർ, ഞങ്ങളിപ്പോൾ ത്വായിഫിൽ ബഹുമാനപ്പെട്ട പിന്നെ ഉമർ ഖാദി നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന മസ്ജിദുൽ ഹുനൂദ്, ആ പള്ളിൻ്റെ പേര് ഇവിടെ ഉണ്ട്. മസ്ജിദുൽ ഹുനൂദ്, ജാമിഉൽ ഹുനൂദ്, ജാമിഉൽ ഹുനൂദ്, ഇന്ത്യൻ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദുൽ ഹുനൂദിൻ്റെ മുമ്പിലാണുള്ളത്. മസ്ജിദുൽ ഹുനൂദ്, മസ്ജിദുൽ ഹുനൂദ് ഇന്ത്യൻ പള്ളി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉമർ ഖാദി ചരിത്രം ഉണ്ട്. അതിൽ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലൂടെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ പള്ളി. അപ്പോൾ അതാണ് ഈ പള്ളി. മാഷാ അല്ലാഹ്.
തായിഫിലുള്ള ഒരു പള്ളിയാണ് ഇത്. പുതുക്കി പണിതാണ്. ആദ്യം ചെറിയ പള്ളിയായിരുന്നു, പുതുക്കി പണിതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും ഇവിടെ വരാനും കാണാനൊക്കെ തൗഫീഖ് നൽകട്ടെ, വന്നവരതൊക്കെ സ്വീകരിക്കട്ടെ. പള്ളിക്ക് മിനാരുണ്ടായ പള്ളിയാണ് ഇത്. നിങ്ങൾ ഇടത് ഭാഗത്ത് കാണാൻ പോകുന്ന പള്ളി. അതിൽ പിന്നെയാണ് സൗദിയിൽ തന്നെ ലോകത്തെവിടെയും പള്ളിന്റെ മുകളിൽ ഈ മിനാരം കുപ്പയുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടായി വന്നത്. ഇന്ന് വിവിധങ്ങളായ വശ്യമനോഹരമായ മിനാരങ്ങളാണല്ലോ ഉണ്ടാക്കപ്പെടുന്നത്. അതിന്റെ തുടക്കം, മിനാരങ്ങളുടെ തുടക്കം കുറിച്ച പള്ളിയാണ് മസ്ജിദ് അലി. ഈ ഇടത് ഭാഗത്ത് കാണുന്ന പള്ളി അത് മിനാറുണ്ടല്ലേ, സാധാരണ മിനാറുണ്ടാവില്ല പള്ളിക്കുന്നു. നോക്കാണ്ട് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ഇനി നിങ്ങൾ നോക്കൂ. ഈ വലഭാഗത്ത് കാണുന്ന തോട്ടട്ടോ നോക്കൂ, ഇതന്ന് വലിയ മുന്തിരിത്തോട്ടായിരുന്നു. ഈ മതിൽക്കെട്ടിനകത്തുള്ള തോട്ടാണ് അദ്ദാസ്തങ്ങൾ തോട്ടം. റസൂലുള്ളാഹി തങ്ങൾ ഓടി വന്ന് ചോര ഒഴിച്ചിട്ട് ഇന്ന് തോട്ടം. അതിന് ഉള്ളിൽ കാണുന്ന പള്ളിയതാ, അതിന്റെ പേര് മസ്ജിദ് അബ്ബാസ് എന്നാണ്. അബ്ബാസ് എന്നുള്ള പേരിലുള്ള പള്ളിയാണ്. ബഹുമാനപ്പെട്ട ഒരു മുസ്ലിമായ തോട്ടാണിത്. റസൂലിന്റെ സൈദിന്റെ ആരാധനകളും വിഷമിച്ച് കണ്ണീരൊലിപ്പിച്ച് ഇരുന്ന സ്ഥലമാണിത്. ഇന്നത്തെ അവശേഷിക്കുന്ന ഭാഗം 1400 കൊല്ലം മുമ്പുള്ള സംഭവമല്ലേ. ഇപ്പൊ ഇന്നതിന്റെ അവശേഷിക്കുന്ന സ്ഥലങ്ങളും സംഭവങ്ങളും നമുക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റും എന്നൊരു സന്തോഷം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോഴും കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ്, പച്ചക്കറി, മല്ലിച്ചപ്പുകൾ, മൾബറി, അങ്ങനെ കുറെ കൃഷികൾ ഇപ്പോഴും അതിനുള്ളിലുണ്ട്. വലഭാഗത്ത് കാണുന്ന ഒരു മല, അതിന്റെ താഴെ ഒരു വലിയ പാറ, അടിയിലിങ്ങനൊരു കഷ്ണം പോയി കൊടുത്ത് തടുത്ത് നിർത്തിയ പോലെ കാണും നിങ്ങൾ. വലഭാഗത്ത് കൂടെ പോലീസ് പണിയുള്ളതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല, ബസ് നിർത്താനും പറ്റില്ല, അങ്ങനെ സ്ലോ ആയിട്ട് കാണാനേ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ നോക്കൂ, ആ മലിന്റെ ഇവിടെ ഒരു വലിയ പാറ, അടിയിലിങ്ങനെ അതിന്റെ കഷ്ണം പോയി കൊടുത്ത പോലെ. തങ്ങൾ ഇവിടെ ഈ വലഭാഗത്ത് താഴെ കാണുന്ന ഈ പള്ളിന്റെ ഇവിടെ ഇരിക്കുക. ഇത് പള്ളിയാണ്. ഈ വലഭാഗത്ത് ബസ്സിന്റെ നേരെ ഇവിടെ നോക്കുമ്പോൾ താഴെ കരിങ്കല്ലിന്റെ പള്ളി. ഇവിടെ റസൂലുള്ളാഹി ഇരിക്കുമ്പോ മുകളിൽ നിന്ന് ആ പാറകൾ ഉരുട്ടാനാണ് ശത്രുക്കൾ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ജിബ്രീൽ വന്നിട്ട് അത് തടുത്തത്. റസൂലുള്ളാഹി നിസ്കരിച്ച പള്ളിയാണ് ആ താഴെ കണ്ട പള്ളി. അവിടെ പോലീസ് വണ്ടിങ്ങനെ നിൽക്കുമ്പോഴേ ബസ് നിർത്താൻ നമുക്ക് ഇറങ്ങാനും പറ്റില്ല. റസൂലുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്.